ഓർത്തഡോക്സ് സഭയിൽ പുലരണം എന്നാഗ്രഹിക്കുന്ന പല അസോസിയേഷൻ മെമ്പേഴ്സിൽ നല്ലൊരു ശതമാനം പറയുന്നത്, ഞങ്ങൾ മെത്രാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസോസിയേഷനിൽ പങ്കെടുക്കാൻ പോകുന്നില്ല. ചെന്നാൽ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്തിന് മുന്നേ കഴിച്ചിട്ട് പന്തൽ കയറണം. കയറിയാൽ ഈ ഉഡായിപ്പുകളെ വേദിയിലിരുത്തി നടത്തുന്ന ദീർഘമായ വെളുപ്പിക്കൽ കസരത്തുകൾ കേൾക്കണം. അവസാനമാണ് വോട്ടിംഗ്. മെത്രാന്മാർക്ക് പലർക്കും താല്പര്യമില്ലാത്ത ഈ ഇടപാടിലേക്ക് 2000 രൂപയുടെ പെട്രോളും അടിച്ചു പോകേണ്ട വട്ട് ഞങ്ങൾക്കില്ല. അതിൽ യോജിക്കുന്നു, പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ ഇത് സ്റ്റേറ്റ് ഇലക്ഷനിൽ ആളുകൾ പ്രതികരിക്കുന്ന അതേ പ്രതികരണമാണിത്. സാധാരണക്കാർ പലരും അവിടെ പോയി ക്യൂ നിൽക്കാൻ കഴിയില്ല. ഞാൻ പോകുന്നില്ല. എന്നാൽ ഇടതുപക്ഷ വോട്ടർമാർ കൃത്യമായി വോട്ട് ചെയ്യും. അത് ഭരണം അടുത്തു കഴിയുമ്പോഴാണ് ഇവൻ അടുത്ത ഇലക്ഷനിൽ പോകുന്നത്. അപ്പോൾ ഇടതുപക്ഷം തോൽക്കും. സഭാ വോട്ടിങ്ങിലുള്ള വ്യത്യാസം ഇവിടെയാണ്. നാളെ തിരുത്താൻ അവസരമില്ല. ഉഡായിപ്പ് സ്ഥാനാർത്ഥികളുടെ ആളുകൾ കൃത്യമായി എന്തു ത്യാഗം സഹിച്ചും പോകും. സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവൻ പോകില്ല. ആകെ അസോസിയേഷൻ അംഗങ്ങളുടെ 50% വോട്ടായിരുന്നു കണക്കാക്കുന്നതെങ്കിൽ നിങ്ങൾ പോകാതിരുന്നാൽ അത് ശരിയാണോ? പക്ഷേ ഇവിടെ രജിസ്റ്റർ ചെയ്തവരിൽ 50%മാണ് കണക്കാക്കുക. അതിനാൽ ഒരേ ഒരു അവസരമായി ഇതിനെ കണ്ടു പോകുക. രജിസ്റ്റർ ചെയ്തിട്ട് മുങ്ങുന്ന ഒരാളിന് വോട്ട് ചെയ്യുകയോ അസാധുവാക്കുകയോ ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പ്രതികരിക്കാനുള്ള ഏക അവസരം ഇതാണ്, വിനിയോഗിക്കുക. സഭ എന്നത് ഏതാനും തിരുമേനിമാരോ കമ്മിറ്റി അംഗങ്ങളോ മാത്രം അടങ്ങുന്ന ഒന്നല്ല, മറിച്ച് വൈദികരും സാധാരണക്കാരായ വിശ്വാസികളും ചേർന്നാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അമിത അധികാരം ദുർവിനിയോഗം ഇതിൽ പ്രകടമാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി എന്നത് യോഗ്യതകൾ പരിശോധിക്കാനുള്ള ഒരു ഉപസമിതി മാത്രമാണ്. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും പ്രാതിനിധ്യം അതിലില്ല. ഏതാനും പേർ മാത്രം ചേർന്ന് മെത്രാനെ നിശ്ചയിച്ചാൽ അത് സഭയുടെ ജനാധിപത്യ സ്വഭാവത്തെ തകർക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നവർക്ക് സഭയിലെ ഭൂരിപക്ഷം വൈദികരുടെയും അൽമാരുടെയും പിന്തുണയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് അസോസിയേഷനാണ്. തോൽവി വോട്ടെടുപ്പിന്റെ വിജയമാണ്. ഒരു അസോസിയേഷനിൽ ആരും തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ അതിനർത്ഥം അവിടെ ജനാധിപത്യം കൃത്യമായി നടന്നു എന്നാണ്. തങ്ങൾക്ക് പൂർണ്ണ ബോധ്യമില്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അസോസിയേഷൻ കൃത്യമായി വിനിയോഗിച്ചു എന്നതാണ് കാണിക്കുന്നത്. ചരിത്രപരമായ പാഠങ്ങൾ. മലങ്കര സഭയിലാരും ഒരു അസോസിയേഷനിൽ ആരെയും തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത തവണ കുറച്ചുകൂടി മികച്ച ആലോചനകളുടെയും പ്രാർത്ഥനയോടെയും വന്ന് സഭയ്ക്ക് അനുയോജ്യരായ ആളുകളെ കണ്ടെത്താൻ അത് സഹായിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അസോസിയേഷന്റെ തീരുമാനത്തിന് വിടുമ്പോൾ മാത്രമേ സഭയിലെ ഓരോ അംഗത്തിനും തങ്ങൾ കൂടി ചേർന്നതാണ് സഭ എന്ന ബോധ്യം ഉണ്ടാവുകയുള്ളൂ. തീരുമാനങ്ങൾ അസോസിയേഷന് വിടുന്നത് തന്നെയാണ് സഭയുടെ കരുത്ത്. സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്യുന്ന ആളുകളെ തള്ളാനോ കൊള്ളാനോ ഉള്ള പരമാധികാരം അസോസിയേഷന് തന്നെ ആയിരിക്കണം.